ഇപ്പം റെഗുലറായിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. നമ്മൾ ചെന്ന് നമ്മൾ ഇതുവരെയുള്ള ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വരും. അപ്പോൾ പറ്റുന്നില്ല, ആ പോയിൻറ്റ്സ് നമുക്ക് തികയുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് എപ്പോഴും ചെയ്യുന്നതാണ്, എന്നാൽ പിന്നെ പഠിച്ചേക്കാം, ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോയേക്കാം. സോ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരുന്ന ഒരാൾ ഒരു PG കോഴ്സ് കഴിയുമ്പോൾ 50 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. ഒരു അല്ലാത്ത ഡിപ്ലോമ കോഴ്സ് കഴിയുമ്പോൾ 35 ലാക്സിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടെ വന്ന് പഠിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റേജായിട്ട് ഇതാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 65 പോയിൻറ്റ്സ് ഇല്ല എന്നുള്ളൊരാൾ ഒരു പഠിക്കാൻ ഒരു കോഴ്സ് എടുത്തങ്ങ് വന്നാൽ അങ്ങനത്തെ ഓപ്ഷൻസുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാറില്ലേ? അതോ നിങ്ങളത് സജസ്റ്റ് ചെയ്യാറുണ്ടോ? അത് അധികം സജസ്റ്റ് ചെയ്യാറില്ല, കാരണം അത് ഏറ്റവും വലിയ മണ്ടത്തരം കൂടെയാണ്. കാരണം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഓസ്ട്രേലിയ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം 7 ലക്ഷത്തിലധികമാണ് ഇന്ന് പഠിക്കുന്ന. കറൻ്റ്ലി എൻറോൾഡ് സ്റ്റുഡൻസിൻ്റെ 7 lakhs സംതിങ് ആണ്. ഈ വർഷം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സ്കിൽഡ് വിസയ്ക്ക് കൊടുത്തേക്കുന്നത് 1,35,000 ആണ്. ഓക്കെ, ഈ 1,35,000 സ്റ്റുഡൻസിന് തന്നെ കൊടുക്കുമോ എന്നുള്ളത് ഒരിക്കലും നിർബന്ധമില്ലല്ലോ. ഓസ്ട്രേലിയയുടെ സ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഓവർസീസിൽ നാളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു പകുതി 1,35,000 പകുതി അങ്ങ് മാറ്റാം, വെളിയിൽ കൊടുക്കാം. ഇനി 65,000 70,000 ഓസ്ട്രേലിയക്കുള്ളിലുള്ളവർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചോ. ഈ 7 ലക്ഷം 70,000 തമ്മിലുള്ള അന്തരം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിനൊക്കെ PR കിട്ടുമെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ഏജൻസി വിടുന്നത് തന്നെ മണ്ടത്തരാണ്. ഇതൊക്കെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കേസേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർക്കൊരു എംപ്ലോയറിനെ കിട്ടണം. എംപ്ലോയറിനും ലിമിറ്റഡ് ആണ് നമ്പേഴ്സ്. അപ്പം എല്ലാവർക്കും പഠിക്കാൻ പോകുന്നത് കൊണ്ട് PR കിട്ടില്ല. ഈ PR കിട്ടാത്തത് കൊണ്ട് പഠിക്കാൻ പോയാലും PR കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് കുറേ കാര്യങ്ങൾ മാറ്റേഴ്സാണ് ഓസ്ട്രേലിയയിൽ. ഇമിഗ്രേഷൻ, PR എന്നുള്ള കേസസ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് പൊതുവെ, കേരളത്തിൽ നിന്നും പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് പിള്ളേരെ എല്ലാം പഠിക്കാൻ സിറ്റിയിലേക്ക് വിടും. നമുക്കറിയാവുന്നതും അതേ ഉള്ളൂ, സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ. അപ്പം അവിടെ വന്നു കഴിയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസാണ് ആ 3 സ്റ്റേറ്റിലുള്ളത്, അല്ലെങ്കിൽ 3 ക്യാപിറ്റൽ സിറ്റീസിലുള്ളത്. പക്ഷേ കുട്ടികൾക്ക് യാതൊരു പ്രയോജനമില്ല. അപ്പം ഞങ്ങൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ഏത് റീജിയണൽ സ്ഥലങ്ങളിലാണ് പോകേണ്ടത്, എവിടെയാണ് നിങ്ങൾ ഓക്കുപ്പേഷൻസ് ഡിമാൻഡുള്ളത്, നിങ്ങൾക്ക് PR പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡിന് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത ഒരു വലിയൊരു ഉപകാരമാണ്. സാധാരണ കൺട്രിക്ക് 2 വർഷം കിട്ടുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് 3 വർഷം വരെ സ്റ്റേ ബാക്ക് കിട്ടും. പക്ഷേ നിങ്ങളത് റീജിയനിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേ ബാക്ക് വിസ തീർന്നാലും ഒരു പ്രാവശ്യം കൂടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാറ്റഗറി 2 റീജിയനാണെങ്കിൽ 1 വർഷം കൂടെ കിട്ടും, കാറ്റഗറി 3 റീജിയൻ ആണെങ്കിൽ 2 വർഷം കൂടെ കിട്ടും.